ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളിയൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം 3 ഭാഗമാക്കിയിട്ട് മുറിച്ചിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. അങ്ങനെ പഴമെല്ലാം ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴംപൊരിയെല്ലാം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കലക്കിയെടുക്കുന്ന മാവില്ല, ആ ഒരു മോഡലിൽ ഈ ഒരു മാവ് കലക്കിയെടുക്കാം. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് കലക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ലൂസിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കലക്കി വെച്ച മാവിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഈ ഒരു മാവിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബ്രെഡ് പൊടിയിലിട്ടിട്ട് അത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുറിച്ചിട്ട് വെച്ച എല്ലാ പഴവും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഴം ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത്. ബ്രെഡ് പൊടി ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുത്താൽ മതി. ഇനി ഇത് തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പഴംപൊരി ഇഷ്ടമില്ലാത്തവരോ ഇത് കഴിച്ചോളൂ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മൊത്തം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.